ഡിസംബർ 11 ബുധനാഴ്ച. മത്തായി 11:28 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ വായനയിൽ ക്ഷീണിതരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും തൻ്റെ അടുക്കൽ വരാൻ യേശുനാഥൻ ക്ഷണിക്കുകയാണ്. നാം അവൻ്റെ അടുക്കൽ വന്നാൽ അവൻ നമുക്ക് വിശ്രമം നൽകുമെന്നും അവൻ നൽകുന്ന വിശ്രമം നമ്മെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നും യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. 4 സുവിശേഷങ്ങളിലും യേശു പറഞ്ഞ ഏറ്റവും ആശ്വാസകരമായ വാക്കുകളിൽ ഒന്നാണിത്. ക്ഷീണമോ വൈകാരികമായ തളർച്ചയോ നിരാശയോ ഉപേക്ഷിക്കപ്പെട്ടതെന്ന തോന്നലോ വിഷാദമോ അനുഭവപ്പെടുന്ന ഏതൊരാൾക്കും താൻ വിശ്രമം നൽകുമെന്ന യേശുവിൻ്റെ ആശ്വാസകരമായ വാഗ്ദാനത്താൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. ചെറുതായാലും വലുതായാലും ഈ പ്രശ്നങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുകയും നമ്മെ ദുഃഖിതരും ക്ഷീണിതരും ആക്കുകയും ചെയ്യും. ഈ പ്രശ്നങ്ങൾ വളരെ കാലം പരിഹരിക്കപ്പെടാതെ പോകുമ്പോൾ നമുക്ക് നിരാശയും വിഷാദവും അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആരോടാണ് നമ്മൾ സഹായം തേടേണ്ടത്? പല പഠനങ്ങളും കാണിക്കുന്നത് തങ്ങളുടെ പ്രശ്നങ്ങൾ മറക്കാനോ വേദന കുറയ്ക്കാനോ വേണ്ടി ഉറക്ക ഗുളികകളിലേക്കോ അപകടകരമായ മരുന്നുകളിലേക്കോ ചിലർ തിരിയുന്നതായി കാണുന്നു. മറ്റുള്ളവർ അക്രമാസക്തരായി തീരുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ചിലർ തങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഒരുമിച്ച് അവസാനിക്കാൻ ആത്മഹത്യ ചെയ്യുന്നു. നാം എല്ലാവരും ഒരു പരിധിവരെ ക്ഷീണിതരാണ്. ഈ സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഭാരം നമ്മൾ എങ്ങനെ നേരിടുന്നു? അവ നമ്മൾ ഒറ്റയ്ക്കാണോ ചുമക്കുന്നത്? അതോ നമ്മുടെ കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ പങ്കുവയ്ക്കുമോ? നമ്മുടെ എല്ലാ ഭാരങ്ങളും ഉത്കണ്ഠയും ക്ഷീണവും യേശുവിനോട് ഏറ്റുവാങ്ങി നമുക്കാവശ്യമായ കൃപയ്ക്കും വിശ്രമത്തിനും വേണ്ടി അവനോട് അപേക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ ആകുലതകളും ക്ഷീണവും യേശുവിലേക്ക് നൽകിയാൽ അത് മാന്ത്രികമായി എല്ലാം ശരിയാകും എന്ന് കരുതാനാവില്ല. എന്നിരുന്നാലും നമ്മുടെ ആകുലതകളും ആശങ്കകളും യേശുവിനോട് പറയുമ്പോൾ നമ്മുടെ ആ പോരാട്ടങ്ങളിലെ തുടർന്നുകൊണ്ട് പോകാൻ ആവശ്യമായ ശക്തി നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കും. ഒരുപക്ഷെ നമുക്കുള്ള ചോദ്യം ഇതാണ്: നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും എന്തെല്ലാം ആശങ്കകളും ഉത്കണ്ഠകളുമുണ്ട്. എന്നിട്ട് കുറച്ചു നേരം യേശുവിനോടൊപ്പം നിശബ്ദമായി ഇരിക്കുക. വെറുതെ അവനോടൊപ്പം ആയിരിക്കുക. ഒന്നും പറയേണ്ടതില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം യേശുവിന് ഇതിനകം അറിയാം. നമ്മുടെ ഉത്കണ്ഠകൾ, ഭയങ്ങൾ എന്നിവയെല്ലാം അവൻ്റെ കൈകളിൽ സമർപ്പിക്കുക. ശാന്തമായി യേശുവിനോടൊപ്പം കഴിയുന്നത് നമുക്ക് ഒരു യഥാർത്ഥ വിശ്രമം നൽകുകയും അത് നമ്മുടെ ഭാരം ലഘൂകരിക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.